ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ വെറും 10 മിനിറ്റ് കൊണ്ട് മാവ് കുഴക്കവും പരത്തോ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ചിക്കനായാലും ബീഫായാലും മട്ടനായാലും ഏതായാലും എടുക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 12 ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലുപ്പമുള്ളത്. അതിലേക്ക് 2 പച്ചമുളകും ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂടണ്ട. എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിലോ വെളിച്ചെണ്ണ എടുക്കാം. നെയ്യിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ മതി, ഒരുപാട് കൂടണ്ട. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ 1-2 മിനിറ്റ് നമ്മുടെ ചെമ്മീനൊന്ന് കുക്ക് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം കണ്ടില്ല, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മെയിനായിട്ട് റവയാണ് വേണ്ടത്. റവ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/2 കപ്പ് റവയാണ് 1.5 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സമയം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ റവ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റവയൊന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ചെമ്മീനൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ. കാരണം ചെമ്മീൻ ഒരുപാട് വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കി വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി നമ്മുടെ ഒരു മാവിൻ്റെ ടെക്സ്ചറായിട്ട് വരും കേട്ടോ. അതുവരെ ഇങ്ങനെ കുറുക്കിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ റവയൊക്കെ നോക്കിയ പാനിൽ നിന്നൊക്കെ വിട്ടിട്ടിട്ടുള്ള പരിവായി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മാവാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണേ. ആ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂട് കമ്മി വയ്ക്കണം. അതായത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പം പെട്ടെന്ന് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മാവിൻ്റെ പ്രത്യേകത ഓവർ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പൊടിഞ്ഞു പോകും. കാരണം നമ്മുടെ റവയല്ലേ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ചൂട് കുറയുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഷേപ്പ് ചെയ്യട്ടെ, ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്കിത് ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. നമ്മുടെ നെഗറ്റ്സ് ഒക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറായിട്ട് വരും കേട്ടോ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഏത് വെച്ചിട്ടും ചെയ്യാം. ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഒരു പ്രത്യേക മണവും ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവേ നല്ലതാണ് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്